സ്പിരിച്വാലിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് അവർക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നമുക്കൊരു പാഷനായിട്ട്, അല്ലെങ്കിൽ കൊച്ചിലെ തൊട്ടൊരു ക്യൂരിയോസിറ്റി, പാഷൻ, അതിലേക്കൊരു എൻക്വയറി നടത്തണം, അതിലേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. സോ അവരെ സംബന്ധിച്ചോളം എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പോൾ മോഹൻലാലിനെ പോലെയുള്ള വലിയ വലിയ ആക്ടേഴ്സ്, വലിയ വലിയ പബ്ലിക് ഫിഗേഴ്സ്, അവർ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി മെഡിറ്റേഷൻ അങ്ങനെ ഫീൽഡിലൊക്കെ ഒരുപാട് അവർ പബ്ലിക്കലി എക്സ്പ്രസ് ചെയ്യുന്നു. അവരുടെ ഇൻട്രസ്റ്റും അങ്ങനത്തെ ഡയമെൻഷൻസ് അവരുടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ, ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്പിരിച്വൽ സീക്കേഴ്സ്, അവർ ഒരു എൻക്വയറേഴ്സ് അല്ലെങ്കിൽ മെഡിറ്റേറ്റേഴ്സ് ആയിട്ടുള്ളവർക്കെന്ന് പറയുന്നത് വളരെ ഒരു പ്രചോദനമാണ്. ബിക്കോസ് നമ്മൾ ഈ മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മളതിൽ എൻ്റർ ചെയ്യുന്ന സമയങ്ങളിലൊന്നും നമുക്കൊരു ഒരു 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 ഓതൻറ്റിക് എക്സ്പീരിയൻസ്, ഇപ്പം മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, ഇപ്പം ബുദ്ധൻ, ഓഷോ, അങ്ങനെയുള്ള സ്പിരിച്വാലിറ്റിയുടെ ഹയർ പീക്സ് കണ്ടിട്ടുള്ള അവരെന്ന് പറയുമ്പോൾ അവർക്കൊരു ഓതൻറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്. ദേ നോ സംതിങ് ബിയോണ്ട് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എല്ലാം. ഒരു എക്സ്പീരിയൻസ് ഓഫ് മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചോളം ദേ ഡോണ്ട് കെയർ അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. ബാക്കിയുള്ളവർ എന്ത് പറയുന്നു, ബാക്കിയുള്ളവർ ഇതൊന്നും നോക്കുന്നില്ല. പക്ഷേ ഒരു ബിഗിനർ ആയിട്ടുള്ളവർക്കെന്ന് പറയുമ്പം ദേ ഡോണ്ട് നോ എനിത്തിങ്, ദേ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. അവർക്കൊരു ക്യൂരിയോസിറ്റിയും പാഷനും മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇപ്പം മോഹൻലാലിനെ പോലെയുള്ള പബ്ലിക് ഫിഗേഴ്സൊക്കെ ഈ ഒരു പാതയിൽ ഒക്കെ വരിക, അല്ലെങ്കിൽ ഓതൻറ്റിസിറ്റി എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫിലിം ആക്ടേഴ്സ് ആയിട്ടുള്ള ലെന, അറിയാലോ, റീസെൻ്റ്ലി ഉള്ള ലെന മാം, പുള്ളിക്കാരിയും ഇതുപോലെയുള്ള സ്പിരിച്വാലിറ്റിയുടെ മെഡിറ്റേഷൻ്റെ അൾട്ടിമേറ്റ് പീക്കായ എൻലൈറ്റൻമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറഞ്ഞിങ്ങനെ ഒരു ബുക്കൊക്കെ പുള്ളിക്കാരി എഴുതിയായിരുന്നു. ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു ബുക്കൊക്കെ പ്രസിദ്ധീകരിച്ചു. പുള്ളിക്കാരിയുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന ഒരു പീക്കിൻ്റെ എക്സ്പീരിയൻസിനെ ഡിസ്ക്രൈബൊക്കെ ചെയ്തുകൊണ്ട് പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ്. സോ അതിൽ പുള്ളിക്കാരി മെയിനായിട്ട് മോഹൻലാലിൻ്റെ ഇത് പറയുന്നുണ്ട്. മോഹൻലാൽ വളരെയധികം പുള്ളിക്കാരിയെ പ്രചോദനം ചെയ്തിട്ടുണ്ട്. ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് പുള്ളിക്കാരിയെ ഒന്നും കൂടെ ഒരു ഗൈഡായിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രചോദനമാണ് മോഹൻലാലൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഇൻ്റർവ്യൂസിലൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പിരിച്വൽ ഡയമെൻഷനിലെ ഇൻട്രസ്റ്റ് ഒക്കെ പറയുമ്പോൾ നമുക്കും ഒരു വിശ്വാസം വരും.